ശരണ്യ സ്നേഹിതൻ തത്സമയം ചേരുന്നു. ഇപ്പോൾ മറ്റൊരു പ്രധാനപ്പെട്ട വിവരം പുറത്തു വരുന്നത് ഏതായാലും വധശ്രമമടക്കം ചുമത്തും ഇവർക്കെതിരെ. ശരണ്യ റിപ്പോർട്ട് അനുസരിച്ച് കയ്യിൽ പോലീസ് ഉദ്യോഗസ്ഥരുടെ കൈ പോലും അടിച്ചൊടിച്ചിരുന്നു ഈ സുരക്ഷാ ഉദ്യോഗസ്ഥർ. ഈ നേരത്തെ പറഞ്ഞ പോലെ അജയ് ജുവലിനെയും കെ ഡി തോമസിനെയൊക്കെ രക്ഷിക്കാൻ ശ്രമിച്ച പോലീസുകാരുടെ കൈവിരൽ പോലും അടിച്ചൊടിച്ചിരുന്നു. മറ്റ് പ്രധാനപ്പെട്ട കാര്യം, ഈ രക്ഷാപ്രവർത്തകരായ രണ്ടുപേർ ഇപ്പോൾ ശ്രമിക്കുന്നത് ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവായ പിണറായി വിജയനൊപ്പം തുടരാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ്. അതിന് വലിയ സമ്മർദ്ദം ചെലുത്തുന്നുണ്ട്. രക്ഷാപ്രവർത്തനത്തിൽ തുടരന്വേഷണം പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് ഈ ഉദ്യോഗസ്ഥർ പോലീസ് സംഘടന വഴി, ഇടത് സംഘടന വഴിയുള്ള ഇടപെടലുകൾ നടത്തുന്നത് എന്നാണ് വിവരം. പുതിയ മന്ത്രിമാരുടെ സുരക്ഷാ ചുമതലയ്ക്ക് തയ്യാറാക്കിയ പോലീസ് ഉദ്യോഗസ്ഥരുടെ പട്ടികയിൽ സ്പെഷ്യൽ ബ്രാഞ്ചിൻ്റെ പ്രതികൂല റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഇവരുടെ പേരില്ല. രണ്ടുപേരെ ഒഴിവാക്കി. ഇവരോട് സ്പെഷ്യൽ ബ്രാഞ്ച് ആസ്ഥാനത്ത് റിപ്പോർട്ട് ചെയ്യാനാണ് ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അനിൽകുമാറും സന്ദീപും പക്ഷേ ഇപ്പോൾ ശ്രമങ്ങൾ നടത്തുന്നു എന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. സ്റ്റേറ്റ് സ്പെഷ്യൽ ബ്രാഞ്ച് ആസ്ഥാനത്താണ് ഇവർ ഇപ്പോൾ ഉള്ളത് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ശരണ്യ, ഇതിപ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് വധശ്രമം ചുമത്തും, വകുപ്പ് നില നടപടികൾ വരും, സംശയമില്ല. അതിനുള്ള വളരെ വേഗമാണ്, വളരെ ക്വിക്ക് ആക്ഷനാണ് വി ഡി സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന്. അന്വേഷണ ഉദ്യോഗസ്ഥർ നിയമിച്ചു കഴിഞ്ഞു. ഇനി റിപ്പോർട്ട് ലഭിക്കേണ്ട കാലതാമസം മാത്രമാണുള്ളത്. എന്താണ് മനസ്സിലാക്കേണ്ടത്? ഇവരുടെ സ്വാധീനം ഇപ്പോഴും പോലീസ് സേനയിൽ തുടരുന്നുണ്ടോ? രഞ്ജിത്ത് നിയമ സംവിധാനങ്ങളെ മുഴുവൻ വെല്ലുവിളിച്ച് അപഹാസ്യരാക്കി നിർത്തിയ സംഭവമായിരുന്നു ആലപ്പുഴ ജില്ലയിലെ ഈ കെ ഡി തോമസിനെയും ഒപ്പം തന്നെ അജയ് ജുവൽ കുര്യാക്കോസിനെയും മർദ്ദിച്ച ആ കേസ്. അതിന്റെ അന്വേഷണത്തിന് തുടക്കം മുതൽ തന്നെ പോലീസ് അത് അവർക്ക് മുകളിൽ നിന്നുള്ള, ഇവിടെയുള്ള ഉദ്യോഗസ്ഥർക്ക് മുകളിൽ നിന്നുള്ള സമ്മർദ്ദം കൊണ്ടാണ് എന്നുള്ളത് ഉറപ്പിച്ച് നമുക്ക് പറയാൻ കഴിയും. പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയുടെ ഗൺമാൻമാരായിരുന്നു ആ പ്രതിസ്ഥാനത്തുണ്ടായിരുന്നത്. അതിനോടൊപ്പം തന്നെ ഈ സംഭവം നടന്നതിന്റെ പിറ്റേ ദിവസം തനിക്ക് വേണ്ടിയുള്ള രക്ഷാപ്രവർത്തനം മാത്രമാണ് അവിടെ നടന്നതെന്ന് ഈ കേരളം മുഴുവൻ കണ്ട ഈ മർദ്ദന ദൃശ്യങ്ങളെ ന്യായീകരിച്ചുകൊണ്ട് മുഖ്യമന്ത്രി പ്രതികരിക്കുകയും ചെയ്തതോടുകൂടി ഈ ഗൺമാൻമാർക്ക് എതിരെയുള്ള കേസ് അന്വേഷണം തന്നെ ആലപ്പുഴ സൗത്ത് പോലീസ് സംബന്ധിച്ചിടത്തോളം ഏറ്റവും സമ്മർദ്ദം ചേർന്ന ഒന്നായിരുന്നു എന്നുള്ളതാണ്. പോലീസ് ഓരോ ഘട്ടത്തിലും നാണം കെട്ട് മുന്നോട്ട് പോയൊരു കേസാണ്. കാരണം പലതവണ സൗത്ത് പോലീസ് ഈ ഗൺമാൻമാരോട് ഇവരുടെ ഹാജരായി അവർ നോട്ടീസ് നൽകി, ഹാജരായി മൊഴി നൽകണമെന്ന് നോട്ടീസ് നൽകി. പക്ഷെ ഒരിക്കൽ പോലും അവർ ഇവിടെ വന്നില്ല എന്ന് മാത്രമല്ല, മാധ്യമപ്രവർത്തകർ ഇവർ ഹാജരായോ എന്നുള്ള മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് നാണം കെട്ട് അന്നത്തെ ഉദ്യോഗസ്ഥർ നിൽക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. അതിനുശേഷം ഈ VIP പ്രതികൾക്ക് വേണ്ടി തിരുവനന്തപുരത്ത് പോയാണ് ഉദ്യോഗസ്ഥർ മൊഴി രേഖപ്പെടുത്തേണ്ടി വന്ന ഗതികേട് അത് ഉണ്ടായി എന്നുള്ളതാണ്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ അനിൽ ആണെങ്കിലും അതുപോലെ തന്നെ സന്ദീപ് ആണെങ്കിലും ഇവര് ഇപ്പോൾ മുഖ്യമന്ത്രി പ്രതിപക്ഷ നേതാവിന്റെ സ്റ്റാഫിലേക്ക് കയറാനുള്ള നീക്കം നടത്തുന്നുണ്ട് എന്നുള്ള രീതിയിലൊക്കെയുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. പക്ഷേ സ്റ്റേറ്റ് സ്പെഷ്യൽ ബ്രാഞ്ചിലേക്ക് ഇവരെ ഇപ്പോൾ ഇവരെ വിളിച്ചിട്ടുണ്ട്. പക്ഷേ ഇനി ലോ ആൻഡ് ഓർഡറിലേക്ക് പോകുമോ അതോ നിലവിൽ ഈ അന്വേഷണം വരുമ്പോൾ അതിനകത്ത് ഇവർ ജോലി എടുക്കേണ്ടി വരുമോ അതോ പുറത്ത് നിൽക്കേണ്ടി വരുമോ അതോ ജയിലിനകത്തേക്ക് പോകുമോ എന്നുള്ള 3 ചോദ്യങ്ങളാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. പ്രധാനപ്പെട്ടത് അന്ന് ഈ ചെറുപ്പക്കാർ വീണ് കിടന്ന സമയത്ത് ജനറൽ ആശുപത്രി ജംഗ്ഷനിൽ 2023 ഡിസംബർ 15 ഈ സംഭവം നടന്നത്. വഴിയരികിൽ നിന്ന് മുദ്രാവാക്യം വിളിച്ച 2 പേരായിരുന്നു ഇന്നത്തെ നിയുക്ത MLA എ ഡി തോമസും അതുപോലെ തന്നെ അജയ് ജുവൽ കുര്യാക്കോസും. അന്ന് ഈ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മുദ്രാവാക്യം വിളിച്ച ആ ഘട്ടത്തിൽ തന്നെ അവരെ അരൂരിലെ പോലീസായിരുന്നു അവിടെ സുരക്ഷാ സംവിധാനങ്ങൾക്ക് നിന്നിരുന്നത്. അരൂർ എസ്ഐയുടെ നേതൃത്വത്തിൽ ഇവരെ അപ്പോൾ തന്നെ മാറ്റി. ഈ ചെറുപ്പക്കാർ നടന്ന് പോകുന്നതിനിടയിലാണ് ഈ അനിൽ കലിയൂറിന്റെയും സന്ദീപും അടങ്ങിയ വാഹനം അവിടെ വന്ന് നിർത്തുന്നു. അതും പ്രോട്ടോകോൾ ലംഘനമായിരുന്നു. കാരണം മുഖ്യമന്ത്രിയുടെ വാഹനം കടന്നു പോകുമ്പോൾ അതിനോടൊപ്പം അകമ്പടി പോകേണ്ട വാഹനമാണ്. ഇവർ മറ്റ് ആയുധങ്ങളോ കാര്യങ്ങളോ ഒന്നും കൈവശം വെക്കേണ്ടവരല്ല. പക്ഷെ ഇവർ വലിയ ലാത്തിയുമായി ഇറങ്ങി വന്ന മാറി, അതായത് ലോക്കൽ പോലീസിന്റെ കസ്റ്റഡിയിലുള്ള ചെറുപ്പക്കാരെ അതിക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു എന്നുള്ളതാണ്. വീണ് കിടന്ന സമയത്ത് അടിച്ചപ്പോൾ ഇവർ വീണ് കഴിഞ്ഞ് തോമസിന്റെ തലയ്ക്കാണ് അടിയേൽക്കുന്നത്. അടിയേറ്റ് ചോര വരുന്നുണ്ടായിരുന്നു. അതിനുശേഷം ഇവർ വീണ്ടും മർദ്ദിച്ചു എന്നുള്ളതാണ്. അതായത് ആ കൈകൊണ്ട് പല അടികളും ആ ചെറുപ്പക്കാർ തടഞ്ഞില്ലായിരുന്നു എങ്കിൽ തലയടിച്ച് പൊളിച്ച സാഹചര്യം വീണ്ടും കുറച്ചുകൂടി ക്രൂരമാകുമെന്നാണ്. അന്ന് തോമസിന്റെ തലയ്ക്ക് അടിയേറ്റ് ചോര ഒഴുകി. അതോടൊപ്പം തന്നെ അജയ് ജുവൽ കുര്യാക്കോസിന്റെ ഷോൾഡറിന് ഡിസ്ലൊക്കേഷൻ വന്നു അടിയേറ്റ്. അതിനോടൊപ്പം ഇവർ മറച്ചു വെച്ച മറ്റൊരു സംഭവം കൂടിയുണ്ട്. അവിടെ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഒരു പോലീസുകാരന്റെ കൈവിരലിന് പൊട്ടലേറ്റിരുന്നു എന്നുള്ളതാണ്. കൈവിരലിന്റെ എല്ലിന് പൊട്ടലേറ്റു. റിപ്പോർട്ട് ചെയ്യുകയായിരുന്നു. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.